Hello friends, welcome to IMA Matrix. അപ്പോൾ എൻ്റെ പഴയ ഇസു മാത്ത് അക്കാദമി ചാനലായാലും അതുപോലെ ഇപ്പോഴത്തെ നമ്മുടെ IMA മാട്രിക്സ് ചാനലായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പുതുമ കൊണ്ടുവരാൻ ഞാൻ മാക്സിമം എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഇനിയിപ്പോൾ മാത്സിൻ്റെ സോൾവിങ് ടൈം കുറക്കുന്ന കാര്യം, അതുപോലെ മാത്സിലെ ഇക്വേഷൻസ് വളരെ കുറച്ച് യൂസ് ചെയ്തിട്ട് എങ്ങനെ കാര്യങ്ങൾ സോൾവ് ചെയ്യാം, പെട്ടെന്ന് എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താം, ഈ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ എപ്പോഴും ഉണ്ടാവാറുള്ളത്. അപ്പോൾ ആ രീതിയിൽ മാത്സിനെ എങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ പഠിക്കാമെന്നുള്ളതിലേക്ക് നമ്മളൊരു പുതുമയാർന്ന കാര്യം കൂടെ കൊണ്ടുവരികയാണ്. ഒരു മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം നമ്മൾ ചാനലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു വഴിയാണ് മോക്ക് ടെസ്റ്റുകൾ. അതായത് നമ്മളൊരു ടൈമർ വെച്ചിട്ട് ഇത്ര സമയത്തിനുള്ളിൽ ഒരു പ്രഷർ സിറ്റുവേഷനിൽ നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഉപാധി കൂടിയാണ് ഈ മോക്ക് ടെസ്റ്റുകൾ. അപ്പോൾ ഇതിൻ്റെ തുടർന്ന് അങ്ങോട്ടുള്ള ഓരോ എക്സാമിനും വേണ്ടിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഈ പരീക്ഷണത്തോടുള്ള നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും, ആ രീതിയിലായിരിക്കും തുടർന്നുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ. എൻ്റെ പേര് ഇസ്മായിൽ കാലടി, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് IMA മാട്രിക്സ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലിലെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഇനി എന്താണ് വേണ്ടത് എന്നുള്ള രീതിയിൽ. ഈ ഡെസിഷനിലേക്ക് നമ്മൾ എത്തിയത് കമ്മ്യൂണിറ്റി ടാബിൽ നമ്മൾ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ വഴിയാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ റെസ്പോൺസ് നമ്മുടെ ചാനലിൽ കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ എന്ത് വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റുകൾ ഇട്ടാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ RRB JE എക്സാം വരുന്നുണ്ട്, അതുപോലെ RRB പിന്നെ VEO യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തുടങ്ങിയ കേരള PSCയുടെ എക്സാം, ഇതിനെല്ലാം മോക്ക് ടെസ്റ്റുകൾ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഫ്രീ ആയിട്ട് ഫുള്ളി ഫ്രീ ആയിട്ട് അവൈലബിൾ ആക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോ പോലെയാണ് നമ്മൾ ഇന്നത്തെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് മുമ്പ് ഡിഗ്രി ലെവലിന് മുമ്പ് ചോദിച്ചിട്ടുള്ള 5 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് മോക്ക് ടെസ്റ്റിലൂടെ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റിൻ്റെ കൃത്യമായ റൂൾസ് തുടർന്ന് കാണുന്നതാണ്. അപ്പോൾ ഓരോ ടോപ്പിക്കിലെയും വിശദമായ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, അതും തികച്ചും സൗജന്യമായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ അൺഅക്കാദമിയിൽ ഞാൻ എല്ലാ ടോപ്പിക്കിലെയും ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അൺഅക്കാദമിയിൽ എൻ്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്യാം, അതിലേക്കുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലേക്ക്
ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത മോക്ക് ടെസ്റ്റിൽ 5 ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് എങ്ങനെ പെട്ടെന്ന് കണ്ടെത്താം എന്നുള്ള ഐഡിയാസാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യാം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 24 women can complete a work in 5 days. In how many days will 30 women can complete that work? ഒരു വർക്ക് ചെയ്യാൻ 24 വിമന് 5 ഡേയ്സ് വേണം. അതേ വർക്ക് ചെയ്യാൻ 30 വിമൻ ആകുമ്പോൾ എത്ര ഡേയ്സ് വേണ്ടി വരും എന്നാണ് ഈ ക്വസ്റ്റ്യൻ. M1 D1 ഈസ് ഈക്വൽ ടു M2 D2 എന്ന് പറയുന്ന ഫോർമാറ്റിലുള്ള ടൈം ആൻഡ് വർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ 24 ആണ്. 24 × 5. അപ്പുറത്ത് എത്രയാണ്? അപ്പുറത്ത് 30 ഉണ്ട്. ഇതിലുള്ള ഡേയ്സ് ആണ് നമുക്ക് ആവശ്യം. ഒന്ന് വെട്ടി ചെറുതാക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടും. 24 × 5 ചെയ്യുമ്പോൾ 120 കിട്ടും. ഈസ് ഈക്വൽ ടു 30 D2. നമുക്ക് D2 ആണ് ആവശ്യം. D2 ഈസ് ഈക്വൽ ടു 120/30. 0 വെട്ടാ 12/3. 4 ഡേയ്സ് ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. ആൻസർ കീയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. അപ്പോൾ അടുത്തത്, ദ റേഷ്യോ ഓഫ് ദ ഏജ് ഓഫ് 2 സിസ്റ്റേഴ്സ് ഈസ് 3:4. The product of their ages is 192. The ratio of their ages after 5 years will be. കുറച്ചൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ തന്നിട്ടുള്ളത് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ പ്രൊഡക്റ്റ് ആയതിനാൽ നമുക്ക് ഡയറക്റ്റ് റേഷ്യോയിൽ യൂണിറ്റ് ഇട്ടിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം 3 യൂണിറ്റ് 4 യൂണിറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 യൂണിറ്റുകൾ തമ്മിൽ ഒരു യൂണിറ്റ് സ്ക്വയർ വരും. അപ്പോൾ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാളുടെ ഏജ് 3x ആയിട്ട് എടുത്തു, മറ്റേ ആളുടെ ഏജ് 4x ആയിട്ടും എടുത്തു. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞത് 192 കിട്ടുന്നുണ്ട്. 3x × 4x ഈസ് ഈക്വൽ ടു 192 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താവും? എക്സും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 12x² വരും, 192. ഇനി എക്സ് ഇതിൽ നിന്ന് സോൾവ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. x² എന്ന് പറയുമ്പോൾ 192/12 എന്ന് വരും. ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ 16 കിട്ടും. x² 16 ആണെങ്കിൽ x എത്രയായിരിക്കും? 16ൻ്റെ റൂട്ട് എടുത്താൽ മതി, 4 ആയിരിക്കും x 4 കിട്ടി. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3x എന്ന് പറഞ്ഞാൽ 3 × 4 12 ആയിരിക്കും. 4x എന്ന് പറഞ്ഞാൽ 16 ആയിരിക്കും. അതായത് അവരുടെ രണ്ടുപേരുടെ ഇപ്പോഴുള്ള ഏജ് എത്രയാണ്? 12ഉം 16ഉം ആണ്. അപ്പോൾ അവരുടെ 5 കൊല്ലത്തിന് ശേഷമുള്ള ഏജ് എന്തായിരിക്കും? 2ലേക്കും ഒരു 5 കൂട്ടുക. 12നോട് ഒരു 5 കൂട്ടുമ്പോൾ 17 ആവും. 16നോട് ഒരു 5 കൂട്ടുമ്പോൾ 21 ആവും. അപ്പോൾ റേഷ്യോ എന്തായിരിക്കും? 17:21. കാരണം അതിൽ ഇനി വെട്ടി ചെറുതാക്കാനൊന്നുമില്ല. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ 17:21 ആയിരിക്കും, ഓപ്ഷൻ സി. A is equal to 1, B equal to 2, then which is the value of A raised to B plus B raised to A? അങ്ങനെ പവറൊക്കെ ഇട്ട് എഴുതുമ്പോൾ അതിന് മൊത്തം വാല്യൂ എന്തായിരിക്കും എന്നാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക 1/2 പ്ലസ് ബിയുടെ വാല്യൂ 2/1 ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? 1ന് എത്ര പവർ ഇട്ടാലും 1 തന്നെയാണ് 1. 2ന് 1 പവർ ഉണ്ടുമ്പോൾ 2 തന്നെ. 1 + 2 3 ആയിരിക്കും. വളരെ സിമ്പിളായിട്ട് 5 സെക്കൻഡിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ 3 ആയിരിക്കും. അപ്പോൾ അടുത്തത്, ദ ഡെസിമൽ ഫോം ഓഫ് 15 + 2/10 + 3/100. ഇങ്ങനെ എഴുതിയതിൻ്റെ ഡെസിമൽ ഫോം എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ആദ്യം 15 ഇവിടെ എഴുതുക. 2/10നെ നമ്മൾ ഡെസിമൽ ആക്കുമ്പോൾ ഒരു പോയിന്റ് ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതായത് 0.2 ആവും അതിൻ്റെ വാല്യൂ. അടുത്തതിൽ /100 ഉണ്ട്. അപ്പോൾ എത്ര പോകും? അപ്പോൾ 2 പോയിന്റ് വേണ്ടി വരും. 0.03 ആവും. ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? 15.23 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആയിരുന്നു. ഓപ്ഷൻ എ 15.23. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്തിട്ടുള്ളത്. A is equal to A is to B is equal to 7:9 and B is to C is equal to 5:7. Then what is A is to C? അങ്ങനെയാണെങ്കിൽ A is to C എന്താണ് എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ആദ്യത്തെയും രണ്ടാമത്തെയും ലാസ്റ്റിലെയും റേഷ്യോസ് ആണ് ആവശ്യം. അപ്പോൾ A/B × B/C ചെയ്താൽ ഈ ബിയും വെട്ടിപ്പോയിട്ട് നമുക്ക് കിട്ടുന്ന സാധനം എന്തായിരിക്കും? A/C ആയിരിക്കും. അപ്പോൾ ആ വാല്യൂസ് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 7/9 × 5/7 ചെയ്യുക. അപ്പോൾ ഈ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? ഇത് A/C ആയിരിക്കും. ഇതിൽ വെട്ടിപ്പോക്കാൻ എന്താണുള്ളത്? ഒരു 7 മാത്രമാണുള്ളത്. അപ്പോൾ A/C is equal to 5/9 എന്ന് കിട്ടി. അപ്പോൾ അതിനെ റേഷ്യോ ആക്കി എഴുതുമ്പോൾ എന്താവും? A is to C എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 5:9 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ തന്നെയാണ് വീണ്ടും റൈറ്റ് ആൻസർ. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ നമ്മൾ 5 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്തിട്ടുള്ളത്. മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഈ മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ മോക്ക് ടെസ്റ്റുകൾ കൂടുതൽ വേണോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതേ ഒരു ഫോർമാറ്റിലായിരിക്കും നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ ഈ 30 സെക്കൻഡ് എന്ന ടൈമർ
വേണമെങ്കിൽ കുറച്ച് 45 സെക്കൻഡ് ആക്കാം, അതിൽ കൂടുതൽ ഇൻക്രീസ് ചെയ്യുന്നതിൽ കാര്യമില്ല. അപ്പോൾ നമ്മൾ 30 സെക്കൻഡിൽ തന്നെ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക, വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. എന്തായാലും പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ ഫ്രം IMA Matrix.